ബോബനും മോളിയും എന്ന ആക്ഷേപഹാസ്യ കാർട്ടൂണിലൂടെയായിരുന്നു ടോംസ് മലയാളികൾക്ക് സുപരിചിതനായത്. മറക്കാനാവാത്ത കാർട്ടൂൺ അനുഭവങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ടോംസ് ബുധനാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു മരണത്തിന് കീഴടങ്ങിയത്. 1929 ചങ്ങനാശ്ശേരിക്കടുത്ത് കുട്ടനാട് വെളിയനാട് അത്തിക്കളം വാഴക്കൽ തോപ്പിൽ തോമസ് എന്ന ടോംസ് ജനിച്ചത്. വിദ്യാഭ്യാസത്തിനു ശേഷം ബ്രിട്ടീഷ് സൈന്യത്തിൽ ടോംസ് ഏറെക്കാലം സേവനമനുഷ്ഠിച്ചു. സൈന്യത്തിൽ നിന്നും മടങ്ങിയ ശേഷം ജ്യേഷ്ഠനായ പീറ്റർ തോമസിന്റെ വരകളിൽ ആകൃഷ്ടനായാണ് ടോംസ് ചിത്രകാരനായി മാറുന്നത്. തന്റെ ചിത്രങ്ങളുടെ ആസ്വാദകരിൽ പലരും പിന്നീട് കഥാപാത്രങ്ങളായത് കാർട്ടൂണുകളെ കൂടുതൽ ജനപ്രിയമാക്കി മാറ്റി. 1961 മലയാള മനോരമയിൽ ജോലി നേടിയാണ് കാർട്ടൂണിസ്റ്റ് എന്ന നിലയിൽ ടോംസിന്റെ തുടക്കം. തന്റെ അയൽവാസികളായിരുന്ന ബോബനെയും മോളിയെയും കഥാപാത്രങ്ങളാക്കി ഹാസ്യാത്മക കാർട്ടൂണുകൾ മനോരമയിലൂടെ പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. 1987 മനോരമയിൽ നിന്ന് വിരമിച്ച ശേഷവും ബോബനും മോളിയും കലാകൗമുദിയിലൂടെ കുറച്ചുകാലം കൂടി പ്രസിദ്ധീകരിച്ചിരുന്നു. ബോബനും മോളിയും എന്ന കാർട്ടൂൺ പരമ്പരയുടെ 50ാം വാർഷികാഘോഷം കോട്ടയത്ത് വെച്ച് യഥാർത്ഥ ബോബന്റെയും മോളിയുടെയും കൂടി സാന്നിധ്യത്തിൽ 2012 നടന്നത്. ടോംസ് തന്റെ ജീവിതാനുഭവങ്ങളെ ഉൾപ്പെടുത്തി രചിച്ച ആത്മകഥ പ്രകാശനം ചെയ്തത് ചലച്ചിത്രതാരം മമ്മൂട്ടിയായിരുന്നു. സ്ത്രീ പുരുഷ സമത്വത്തിന്റെ ഉദാത്തമായ ഉദാഹരണമായി ബോബൻ മോളി കാർട്ടൂണിനെ പ്രശംസിച്ച് രാഷ്ട്രപതി വരെ ടോംസിന് അനുമോദന സന്ദേശം അയച്ചിരുന്നു. ത്രേസിക്കുട്ടി എന്ന ഭാര്യയെ കൂടാതെ 6 മക്കളടങ്ങുന്നതാണ് ടോംസിന്റെ കുടുംബം. സാധാരണക്കാർക്ക് ആസ്വദിക്കാനാണ് താൻ കാർട്ടൂണുകൾ രചിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടിരുന്ന ടോംസ് ആളുകൾക്കിടയിൽ ചിലവഴിക്കാൻ ധാരാളം സമയം കണ്ടെത്തിയിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ 8 മാസത്തോളമായി കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ടോംസ്. ഉറ്റവരെ പോലും തിരിച്ചറിയാനാവാതെ ശബ്ദം പോലും നഷ്ടപ്പെട്ട് കിടപ്പിലായിരുന്ന ടോംസ് പ്രിയപ്പെട്ടവർക്ക് വേദനാജനകമായ കാഴ്ചയായിരുന്നു. മലയാളികൾക്ക് മറക്കാനാകാത്ത ഹാസ്യ കാർട്ടൂണുകളുടെ അനുഭവം കാഴ്ചവെച്ച് ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് ടോംസ് വിടവാങ്ങിയത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.